ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കല്ലുപ്പ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാച്ചോറാണ്. അതിന് നമ്മളിവിടെ ആദ്യം തന്നെ ഒരു വലിയ ഗ്ലാസ്, ഏകദേശം ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി എടുത്ത് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ അരി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ എടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കർ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് നമ്മൾ കഴുകിയ അരി ഇടുകയാണ് ചെയ്യുന്നത്. കഴുകിയ പച്ചരിയാണേ, അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത അരി ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു ഒഴിക്കും. നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇത് കുക്കറിൽ വെച്ച് നല്ലോണം വേവിക്കണം. അതിനു മുന്നേ കുറച്ച് കല്ലുപ്പ് നമുക്ക് ഇടാം. ഇപ്പൊ നമ്മള് അരി കഴുകി ഉപ്പിട്ട് നമ്മള് കുക്കറിലാക്കി അത് ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. അത് ഒരു വിസിൽ അടിക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുള്ളിൽ നമുക്ക് ഇതിന് വേണ്ട ശർക്കര പാനി ഉണ്ടാക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, 2 എണ്ണം മതി. ഇനി ഇത് മെൽറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഉരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് ആദ്യം ചീഞ്ചട്ടി ഗ്യാസിൽ നിന്ന് വെക്കുക. ഒരു സിമ്മിലിട്ടാൽ മതി. അതിനുശേഷം ഇപ്പൊ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. അത് മൊത്തം നമ്മൾ ഒഴിക്കുകയാണ്. ഇനി വെള്ളം തിളച്ചിട്ടാണ് നമ്മൾ ഈ ശർക്കര ഇടുന്നുള്ളൂ. അപ്പൊ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് വന്നു. നമ്മൾ ശർക്കരക്കട്ട 2 എണ്ണം ഇട്ടു. ശർക്കരപ്പാനിയിലെ ശർക്കര ഏകദേശം നല്ലോണം പാനിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം ജീരകമാണ് ഇടാൻ പോണത്. ഇത്രയാണ് എടുക്കുന്നത് ജീരകം. ഇനി അത് പാനിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതോടെ നമ്മുടെ പാനിക്ക് വേണ്ട സാധനങ്ങൾ തീർന്നു. അപ്പൊ നമ്മുടെ പാനി ഏകദേശം റെഡിയായി. ഇനി ചെറുതായിട്ടൊന്ന് ചൂട് ഇതുപോലെ നിൽക്കുക, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും. പിന്നെ നമുക്ക് പാനി ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ കണ്ടോ, പാനി നല്ലോണം സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കേണ്ട ഏകദേശം പാകമാണ് ഇപ്പൊ ഇത്. സ്റ്റിക്ക് ആവാതെ പാനി പോലെ വെള്ളം പോലെ ആയിരിക്കണം, എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പൊ നമ്മളിത് ഗ്യാസിൽ നിന്ന് എടുത്ത് വെക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ പാച്ചോറിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമ്മുടെ പാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പച്ചരി വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയാണ്, നമ്മൾ ചിരകിയ കുറച്ച് തേങ്ങയാണ് ഇതിലേക്ക് ഇനി ഇടാൻ പോകുന്നത്. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അത് ഏകദേശം കട്ടയാവുന്ന വരെ. ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വല്ല ഉപ്പ് കുറവുണ്ടോന്ന് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പാച്ചോറ് ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് കട്ടയാവാൻ വേണ്ടി നമ്മൾ സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇട്ട് കുറച്ചു നേരം വെക്കണം. അപ്പോഴാണ് ഇത് കട്ടയാവുള്ളൂ. നല്ലോണം പരത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കുറച്ചു നേരം ഇനി ഇത് വെക്കണം. അപ്പോഴാണ് അത് അവിടെ കറക്റ്റ് നമുക്ക് ആ ഷേപ്പിൽ കിട്ടുക. അപ്പം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നമുക്കിത് കുറച്ചു നേരം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമ്മുടെ പാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ലോണം വെള്ളമൊക്കെ പോയി ചൂടൊക്കെ ആറി നല്ല കട്ടയായിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് പ്ലേറ്റിൽ വെച്ച് കഴിക്കാം. ഇനി ആദ്യം അത് മുറിക്കാം. കണ്ടോ, നമുക്ക് കട്ടയായിട്ടാണ് കിട്ടിയത്.
നമ്മുടെ ശർക്കരപ്പാനി ഇപ്പോഴും ഉണ്ടല്ലേ. ഓക്കെ, ഞങ്ങൾക്ക് ഇതിലൊഴിച്ച് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കരപ്പാനി. ഈ തേങ്ങയും പാനിയും പാച്ചോറും കൂടി നമുക്ക്